റസിയക്കുട്ടേ, ആനക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങളുടെ ഈ മുറ്റൊക്കെ അന്നിങ്ങനെ സിമെന്റ് ഇട്ടതല്ല, അന്നിങ്ങനെ ചാണം മെഴുകിയിട്ടുള്ള മുറ്റായിരുന്നു. ഭയങ്കര രസമായിരുന്നു അന്ന്. ഈ മണ്ണുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കളം പിടിച്ചിട്ട് അതിങ്ങനെ ചാണകവെള്ളം തെളിച്ച് ഇങ്ങനെ എല്ലാ മുറ്റൊക്കെ അടിച്ചിങ്ങനെ വേനൽക്കാലം വരുമ്പോഴത്തേക്കും ഒക്കെ ഇങ്ങനെ ചാണം മെഴുകി മുറ്റാക്കി ഉണ്ടാവും. കൃഷിയൊക്കെ ഉണ്ടാവുമ്പോ നെല്ലുണക്കാനൊക്കെ ആയിട്ട് പനമ്പ് വിരിച്ചിട്ട് അതില് ഇങ്ങനത്തെ മുറ്റത്താണ് അതൊക്കെ ചെയ്യുക. ഭയങ്കര രസമായിരുന്നു അന്നത്തെ കേട്ടോ. രാത്രിയൊക്കെ എന്റെ വാപ്പൊക്കെ ഇന്നും കൊണ്ട് ഇങ്ങടെ ഉടുക്ക് വരും. അന്ന് റേഡിയോ നാടകം ഉണ്ടാവൂലേ? ഇപ്പൊ റേഡിയോ നാടകം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ മുറ്റത്ത് ഇങ്ങനെ ഒരു പായ വിരിച്ചിട്ട് എല്ലാവരും പാടെ ഈ റേഡിയോ നടുക്ക് വെച്ചിട്ട് അതിന്റെ ചുറ്റും ഇരിക്കും. എന്നിട്ട് നാടകമൊക്കെ കേട്ടിട്ട് അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാനൊക്കെ ഇവിടെ ഓടി കളിച്ച് നടക്കണ്ടാവും അന്ന്. ഇവിടെ വന്നിട്ടാണ് റേഡിയോ നാടകം കേൾക്കണല്ലേ? ഇവിടെയാണ് അന്ന് റേഡിയോ ഉള്ളേ, എല്ലായിടത്തും റേഡിയോ ഇല്ല. നിങ്ങളുടെ വീട്ടിലൊന്നും റേഡിയോ ഇല്ല, എന്റെ വാപ്പാന്റെ അടുത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്റെ വാപ്പാന്റെ അഹങ്കാരം തുടങ്ങി. എടി പെണ്ണ, അന്ന് എന്റെ വാപ്പ എന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല. ആരേലും കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എല്ലാവരും പാടുകയാണ്. അന്ന് ഈ ജാതി സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലാണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞ അതിന്റെ അഹങ്കാരത്തിൽ നമുക്ക് അങ്ങോട്ട് കയറിയാ ജോസിറ്റി എന്താണ് എന്ത് നോണയാണ് രണ്ടാളും കൂടി ഇരുന്ന് പറയണത്? ഞങ്ങള് പഴയ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത്. മറ്റത് ഞാൻ അടിച്ചിട്ടാ വരിക. ഇന്നലെ പറഞ്ഞ കച്ചവടമില്ലേ, ഇന്ന് രജിസ്ട്രേഷൻ നടന്നോ? അത് ഇച്ചിരി വാക്ക് വന്നിട്ട് കേട്ടോ. ചെലവ് ചെയ്യാന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. എന്താണ്? നമുക്ക് 3 ഫാമിലിയും കൂടി ഒരു ടൂർ പോയാലാ? തരക്കടില്ല, അത് കലക്കും. അതല്ല, പക്ഷേ ഞങ്ങള് ഉണ്ടാവൂല. അതിന് കുഴപ്പമുണ്ടോ? എവിടെ പോണ നിങ്ങള്? അല്ല, ഞങ്ങള് ടൂർ പോവാണ്. ടൂറാണ് നമ്മള് പോണത്. ബാംഗ്ലൂര് മൈസൂരൊക്കെ 2-3 ദിവസം. അങ്ങനെയില്ല, ഞങ്ങള് വേറൊരാൾക്ക് വാക്ക് കൊടുത്തു പോയി. അയ്യോ, പരീക്കാക്കല്ല. അല്ല, വേറെ ആർക്കാണ്? ഇന്റെ ആങ്ങളില്ലേ കബീർക്ക, മൂപ്പര് ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞപ്പോഴേ ഞങ്ങൾ സമ്മതിച്ച്. അല്ല, കബീറിനോട് വിളിച്ചു പറഞ്ഞാ പോലെ, നമ്മളിങ്ങനെ ആലോചിച്ചു പോയി. അത് അതല്ലാന്നേ, കുറച്ച് നേരത്തെ മൂപ്പര് വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം ഓക്കെയാണ്, കുട്ടീനെ സ്കൂളിലും വിടുന്നില്ല എന്ന് പറഞ്ഞപ്പോ കബീർക്ക് എന്ത് ചെയ്ത് റഷീഖാനോ വിളിച്ചിട്ട് വണ്ടി ഏർപ്പാടാക്കി. അപ്പൊ ഇനി എങ്ങനെയാണ് മൂപ്പര് ആദ്യമായിട്ട് ഒരു ഓഫർ പറയുമ്പോ ഞാൻ അങ്ങനെ വെറുപ്പിക്കും. അതാണ്. അല്ലടി, അതെ എന്താ അറിയോ ജോസുട്ടി, ഇപ്പൊ ആ ടൂർ പ്ലാൻ ചെയ്യണ സമയത്ത് തന്നെ നമ്മളൊക്കെ ആ ലിസ്റ്റിലുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, അതിപ്പോ ഓന്റെ മുഖത്ത് നോക്കി അറിയില്ലേ? മനസ്സിലാവണില്ലല്ലോ. എന്നിട്ട് അല്ല റസിയ, ഞാൻ കരുതി നമ്മുടെ 3 കുടുംബങ്ങളും കൂടിയൊക്കെ ഒന്ന് സന്തോഷമായിട്ട് പോയി വരാല്ല. നല്ല കാര്യം നടന്നു കിട്ടിയതല്ലേ എന്നൊക്കെ ഓർത്തിട്ടാണ്. അത് ശരിയാണ്, നമുക്ക് പിന്നെ പോവാല്ല. എനിക്കെന്താണ് എന്റെ ഇക്കാനെ വെറുപ്പിക്കാൻ പറ്റൂല, അതാണ്. അല്ലടി, ഇപ്പൊ ചെലവ് മുഴുവൻ ഓനാണ് എടുക്കണേ. അതിനിപ്പോ കായലൊന്നും ഇല്ല നമുക്ക്. ഇല്ല, പക്ഷെ ഞാൻ ഇക്കാനോട് വാക്ക് പറഞ്ഞതല്ലേ. ഞങ്ങൾ ഒറ്റക്ക് പോണതും നമ്മളെല്ലാരും കൂടി പോണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. ഇപ്പൊ റസിയ മുടക്ക് പറയുമ്പോ പിന്നെ എന്താ ചെയ്യണ? ഈ റസിയ കബീറിനും റഷീദിനും നാട്ടുകാർക്കൊക്കെ വാക്ക് കൊടുത്തെങ്കിൽ അത് നടക്കട്ടെ. നല്ല മനുഷ്യര് വാക്ക് തെറ്റിക്കാൻ പാടില്ല. ഞങ്ങള് പോയിട്ട് വരാന്നാ. നമുക്ക് പിന്നെ പോവാലോ. പോവാ. അങ്ങനെ തീരുമാനിച്ച പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അല്ല, ഒന്നുമില്ല, പോവാണെന്നിട്ടില്ലേ? ഞങ്ങള് പോകും, ഏതായാലും തീരുമാനിച്ചല്ല. അതെ, എന്തായാലും വ്യത്യാസം ഉണ്ടെ വിളിച്ചോ. വ്യത്യാസം ഉണ്ടാവും. അല്ല, വ്യത്യാസം നോക്കാം നമുക്ക്. നിങ്ങളിങ്ങനെ ഈ ചർച്ച ചെയ്തോണ്ടിരിക്കാനുള്ളത് നടക്കണ കാര്യമല്ല കേട്ടോ ചേച്ചി. വാശിയിലാണെങ്കിൽ വാശി തന്നെയാ. നമുക്കും പോവാ ടൂറ്. ആലോചിക്കാടി. അതെ, നോക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. പരീക്കുട്ടി റസിയൻ ടൂറ് പോകണം. അന്ന് തന്നെ വാസുട്ടിയും ടൂറ് പോകും. മല്ലികേനെയും അമ്മേനെ 2 കുട്ടികളെയും പറഞ്ഞിട്ടിടും. എവിടേക്കാച്ചാ വാക്കാണ്. ഞാൻ മുമ്പിലേക്ക് വെച്ച കാല് പറവൂട്ട് വെക്കില്ല, അറിയാലോ. ഇതാണ് തീരുമാനം. അങ്ങനെ തീരുമാനിക്കില്ലേ? അതിനിപ്പോ കടം വാങ്ങിട്ട് പോകേണ്ടതായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ പോവില്ല. അതെ, നമ്മൾ തീരുമാനിച്ച പ്രകാരം തന്നെ പരീക്കയും റസിയും നമ്മളെല്ലാവരും കൂടി ഊട്ടിക്ക് തന്നെ പോകും. എന്താ കുഴപ്പമുണ്ടോ? എന്താ ഈ പറയണ? എവിടുന്ന് നടക്കാനാണ്? അത് റസിയ വഴങ്ങോ? റസിയാനൊക്കെ നമ്മ വഴക്കും. അത് ഞങ്ങളും ഊട്ടിക്കോ? നിങ്ങൾ മൂന്നാറ് പോകില്ല, നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ഊട്ടിക്ക് പോകും. അതിന് വിദ്യയുണ്ട്. എന്ത് വിദ്യ? ഈയുടെ ചെങ്ങായി ഇതുവരെ പറഞ്ഞ ഒരു കാര്യം എന്റെ വിദ്യ നടന്നിട്ടില്ല. ഇതെങ്കിലും നടക്കുവോ? അതിനെക്കുറിച്ച് എനിക്ക് ധാരണ ഉണ്ട്. ഇത് എനിക്കൊരു ലാസ്റ്റ് ചാൻസ് നിങ്ങൾ താ. ഞാൻ പറയണ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്നാൽ നമ്മളെല്ലാവരും കൂടി ഊട്ടിക്ക് പോകും.
വല്ല ഉടായ്പ ഐഡിയ ആയിരിക്കുവേ. ആണ്ടോ നീ വരണ്ടെന്ന്. നിന്റെ ഭാര്യക്കല്ലേ നിന്റെ വിശ്വാസമില്ലേ? നീ വരണ്ടെന്ന് വന്നോ? ഞാൻ വരും. എന്നാ വിശ്വാസമില്ലേ പിന്നെ നിന്റെ ഇടയിൽ വന്ന് നിൽക്കണം. അല്ല അങ്ങനെയാണ് എന്റെ കാര്യങ്ങള്. അതെ ഇത് നടക്കും ഉറപ്പാണ്. നമ്മൾ ഇറങ്ങുന്ന നേരം വരെ നമ്മൾ ഈ ഒന്നിച്ചാണ് പോണേന്നുള്ള റസിയ അറിയരുത്. റസിയ അറിയരുത്. ബാക്കി ഞാൻ ചെയ്തോളാന്ന്. അപ്പൊ നീ പാക്ക് ചെയ്ത് വെച്ചോ. നമ്മളെല്ലാരും കൂടി പറഞ്ഞ സമയത്ത് തന്നെ ഊട്ടിക്ക് പുറപ്പെടേണ്ട. ഒന്നും തീരുമാനിക്കാനില്ല ഇനി. അപ്പൊ ഞാൻ ഈ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനം വേണ്ടാന്ന്. പൂത്തിരി എത്തിച്ച മാതിരിയായി. ഉറപ്പല്ലേ? ഉറപ്പാണ്. ബാക്കി ഞാൻ ചെയ്തോളാം. അതിനുള്ള ഐഡിയ എന്റെ അടുത്ത് ഉണ്ട്. മതിയാന്ന് പറയാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവിടെ അല്ലടാ, അവിടെയല്ല, ഇവിടെ ഈ കഴുത്തില്ലേ, ഇതിന്റെ ഇവിടുന്ന് ഈ ഷോൾഡറിന്റെ അവിടെ, അവിടെ തന്നെ. ഇപ്പൊ തന്നെ 2 മിഠായിക്കുള്ള ആടെ മിഠായി ഒക്കെ മേടിച്ച് തരാ. നീ ആദ്യം അത് ഞെക്ക് ശരിക്ക്. മതിയോ? മതിയാന്ന് പറയാൻ കുറച്ച്. ഇവിടെ 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 4 മിഠായി. ശരി, 4 10 മേടിച്ചു തരാന്ന് നിനക്ക്.